തിരുവനന്തപുരം കവടിയാറിൽ കോടികൾ വില വരുന്ന വീടും വസ്തുവും തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയായ DCC അംഗം പിടിയിലായതിന് പിന്നാലെ റവന്യൂ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി പോലീസ്. ഒളിവിലായിരുന്ന കേസിലെ മുഖ്യപ്രതി അനന്തപുരി മണികണ്ഠനെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് മ്യൂസിയം പോലീസ് പിടികൂടി. മണികണ്ഠൻ്റെ സഹോദരനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. US-ൽ സ്ഥിരതാമസക്കാരിയായ വനിതാ ഡോക്ടറുടെ ജവഹർ നഗറിലുള്ള 5.5 കോടിയുടെ കെട്ടിടവും സ്ഥലവും വ്യാജരേഖകൾ ഉപയോഗിച്ച് കൈക്കലാക്കി മറിച്ചുവിറ്റെന്നാണ് കേസ്. നേരത്തെ പിടിയിലായ കൊല്ലം സ്വദേശി മെറിൻ്റെയും കരകുളം സ്വദേശി വസന്തയുടെയും മൊഴിയിൽ നിന്നാണ് മുഖ്യപ്രതിയായ മണികണ്ഠനെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. പ്രവാസിയായ സ്ത്രീയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി തട്ടിയെടുക്കാൻ വ്യാജ ഇഷ്ടദാന കരാർ ഉൾപ്പെടെ ഉണ്ടാക്കിയത് മണികണ്ഠനെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. തട്ടിപ്പിനായി വ്യാജ ആധാരം നിർമ്മിക്കാനുള്ള ഈ സ്റ്റാമ്പ് എടുത്തതും രജിസ്ട്രേഷൻ ഫീസ് അടച്ചതും സഹോദരൻ മഹേഷിൻ്റെ ലൈസൻസ് ഉപയോഗിച്ചാണ്. സ്വന്തമായി ലൈസൻസ് ഉണ്ടായിട്ടും അതുപയോഗിക്കാതെ സഹോദരൻ്റെ ലൈസൻസ് ഉപയോഗിച്ചത് തട്ടിപ്പ് നടത്തിയതും ആസൂത്രിതമാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. കഴിഞ്ഞ ദിവസം മണികണ്ഠനെ ബാംഗ്ലൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. മണികണ്ഠനെ കൂടുതൽ ചോദ്യം ചെയ്യാനും വില്ലേജിൽ നിന്നോ റവന്യൂവിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. എനിക്ക് പുറകിൽ കാണുന്ന ഈ കെട്ടിടമാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവും സംഘങ്ങളും ചേർന്ന വ്യാജരേഖ ചമച്ച് വിൽപ്പന നടത്തിയത്. സുതാര്യമാണെന്ന് അവകാശപ്പെടുന്ന റവന്യൂ സംവിധാനത്തെ കബളിപ്പിക്കാൻ ഇത്ര എളുപ്പമാണോ എന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. അന്വേഷണം വീണ്ടും ആരംഭിക്കുമ്പോൾ, തുടർന്ന് മുന്നോട്ടു പോകുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ട സത്യം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.